എല്ലാവർക്കും നമ്മുടെ അബുദാബി ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഫിഷിംഗ് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് മീനെയൊക്കെ പിടിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഫിഷിംഗ് ടിപ്പുകളൊക്കെ പറഞ്ഞു തരുന്ന ഒരു സംഭവബഹുലമായ ഒരു വീഡിയോ ആയിരിക്കുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. 1/2 കിലോ ചെമ്മീനും വാങ്ങി 5 മണിക്കൂർ ചൂണ്ടിട്ടുകൊണ്ടിരുന്നാലും ഒന്നും കിട്ടാത്ത 2 പാവങ്ങളുടെ കഥയാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നുള്ള പരിഹാസവും പുച്ഛവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ഫിഷിങ്ങിന് പോവാറ്. ഈ പ്രാവശ്യം നാച്ചൂട്ടൻ ഒരു ചൂണ്ട പുതിയത് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ബാരക്കൂട എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിയേക്കുന്നത്. നാച്ചൂട്ടൻ ചെന്ന വഴി തന്നെ അവിടെ നിന്ന് ഒരു സംഭവം എടുത്ത് കൈ പിടിച്ചു. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ഉണ്ട് ആടെ, അത് മാത്രമല്ല ഗോൾഡൻ കളറും ഉണ്ട്, നല്ല രസമുണ്ട്. എന്നാൽ പിന്നെ ഇത് തന്നെ ആക്കാന്നുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെയാണ് എനിക്കൊരു ലൂറൊക്കെ ഇട്ടിട്ട് ഫിഷിംഗ് ചെയ്യുന്ന ഒരു റോഡ് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കുറച്ച് ആളായിട്ട്. കിങ് ഫിഷും ഹമൂറൊക്കെ വേറെ ആൾക്കാർ പിടിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരാഗ്രഹം എങ്ങാനും ഇനി ലോട്ടറി അടിച്ച് വരെ കിട്ടിയാലോ. ഇവിടെ 100 ദിറംസ് തുടങ്ങിയിട്ട് 1000 സംതിങ് 2000 അടുത്ത് വരെയുള്ള റോഡുകളുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇതെല്ലാം സെപ്പറേറ്റ് ആണ് വാങ്ങിക്കുന്നത്. റോഡ് സെപ്പറേറ്റ്, അതിൽ വയ്ക്കുന്ന റീല് സെപ്പറേറ്റ്. ഒന്നും കൂടി എക്സ്പെൻസീവ് ഈ റീലാണ്, കാരണം അതിൻ്റെ ബെയറിങ് അല്ലെങ്കിൽ നമ്മൾ ഈ വലിച്ചെടുക്കുമ്പോൾ ഉള്ള വെയിറ്റ് അതിലേക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ടുള്ളത്, അങ്ങനത്തെ ഒക്കെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മളൊരു മീഡിയം ലെവലുള്ള ഒരു സാധനം എടുത്തു. കുറച്ച് നേരം കൊണ്ട് നമ്മുടെ ചൂണ്ടകളൊക്കെ സെറ്റായി, എല്ലാത്തുമേ റീലൊക്കെ സെറ്റ് ചെയ്തു, അതിൽ നല്ല ലൈനൊക്കെ ഇട്ടു. നമുക്ക് ആവശ്യമുള്ള കുളത്തുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് കുളത്തൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പുറത്തോട്ട്. ഇവിടെ ഫിഷിങ്ങിന് ലൈസൻസിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ തം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനിലേക്ക് പോവുക. പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടി പറയുന്നുള്ളൂ. അതിലേക്ക് പോയിട്ട് ഫിഷിംഗ് അടിച്ചു കൊടുത്താൽ ആനുവൽ ലൈസൻസ്, വീക്ക്ലി ലൈസൻസ്, റിന്യൂവൽ, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തത് കൊണ്ട് ഞാൻ റിന്യൂവൽ കൊടുത്തു. പുതിയതായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആനുവലിൻ്റെ പുതിയ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. 5 മിനിറ്റ്സ് പോലും ഇല്ല, അതിക്ക് മുമ്പ് നമുക്ക് ഈ ഒരു സംഭവം സെറ്റായി കിട്ടും. 126 ദിറംസ് ആണ് വിത്ത് വാറ്റ് ഇതിൻ്റെ ആനുവൽ ലൈസൻസിൻ്റെ പ്രൈസ്. ലൈസൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇമെയിലും കിട്ടും. സാധാരണ വീക്ക് ഡേയ്സിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു 100 പ്രാവശ്യം വിളിച്ചാലും എണീക്കാത്തവൻ അന്നത്തെ ദിവസം രാവിലെ 5:45 എന്നെ തോണ്ടി വിളിച്ചിട്ട് ഡാഡാ ഫിഷിങ്ങിന് പോകേണ്ടതെന്ന് ചോദിച്ച് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു 6-6:15 കൂടിയിട്ട് നമ്മൾ കോർണിഷിലെത്തി. രാവിലത്തെ കോർണിഷ് എന്ന് പറഞ്ഞത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ 1-2 പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നാച്ചൂട്ടന് ഫസ്റ്റ് ഫിഷ് അടിച്ച്. അവനെ പോലെ എന്നെ ചെറിയൊരു സാധനം കുറച്ച് നേരമായിട്ട് ഈ ഒരു സൈസിലുള്ള 3-4 കിട്ടിയായിരുന്നു, വേറൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചൂണ്ടയും വലിച്ചുകൊണ്ട് ഒരു സംഭവം ഓടിയത്. വേഗം ഓടിപ്പോയി ഞാൻ ചൂണ്ടയുമ്പോൾ പിടിച്ചു. അങ്ങനെ തിരിച്ചിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഭാരം പോലെ തോന്നുന്നുണ്ട്. അടുത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സംഭവത്തിനെ ഞാൻ കണ്ടു, അത്യാവശ്യം വലിയൊരു ഫിഷാണ്. നാച്ചൂട്ടൻ അപ്പോഴും മനസ്സിലായിട്ടില്ല. നാച്ചൂട്ടൻ ഒരു 3-4 ചൂണ്ടക്കുളത്ത് എടുത്തുകൊണ്ട് കളയുന്ന അവൻ്റെ ചൂണ്ടിട്ടിട്ട് കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട്. അപ്പോൾ അവൻ വിചാരിച്ച് കല്ലിൽ കുടുങ്ങിയതാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവൻ്റെ എക്സൈറ്റ്മെൻ്റാണ് എനിക്ക് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫിഷിനെ കിട്ടിയ സന്തോഷത്തിൽ നാച്ചൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കിടക്കാണ്. നമ്മൾ പതുക്കെ പോകാനുള്ള പ്ലാനായി. 6 മണിക്ക് വന്നാണ്, ഇപ്പോൾ ഏകദേശം 11 മണി ആവാറായി. അടുത്തൊരു ഫിഷിംഗ് വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.